are saying, let's give scholarships for women to study. Let us give internships for women to study. Let us bring women into the industry. Let us, however possible, bring more women into the industry. I always point to the media. You know, when TV journalism started, there were very few women. And it was a very difficult space to work. I remember a lot of us telling. But now with the numbers increased, what a change it has brought. How powerful the women are in the media. The same thing will happen. Reservation ഒരു recommendation ഹേമ കമ്മിറ്റിയിൽ പോയിട്ടുണ്ട്. അത് do you support that reservation for women എന്നുള്ളൊരു? I have only one thing to say that you know, there is the Swedish film industry. One woman headed the Swedish. They in Sweden they make very few films. 10 സിനിമകൾ ഏതാണ്ട് ഉണ്ടാക്കത്തുള്ളൂ. But and all of it, the money is given by the government. Some part of the money is given by the government. When she became the head of the Swedish Film Institute, it's called SFI, she made a rule. 50% men, 50% women on a set. Only then can you apply for money. Everybody said, are you mad? Are you mad? Aarum varathilla, strigalilla ide. Today you look at the film industry, after 5-6 years, all the sets have 50%, 50%. That is how you implement change. You have to have policy makers who believe that this change. As she said, there is nothing impossible. Creative space lo reservation possible aanu. Reservation alla nangal parayunne. But as I said, you may have to do drastic things. 10 വർഷം കഴിഞ്ഞിട്ട് വേണ്ടി വരത്തില്ല. പക്ഷെ ആദ്യം കുറച്ചൊക്കെ ചിലപ്പം വേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വലിയ പഠിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടെക്നിക്കൽ ആണെങ്കിലും എന്തിനാണെങ്കിലും ഒരു ജ്ഞാനം വേണ്ട ഒരു ജോലി കൂടിയാണിത് ഈ പുതിയ കാലഘട്ടത്തിൽ, അല്ലേ? ഇപ്പൊ ജേർണലിസത്തിലേക്കൊക്കെ പെൺകുട്ടികൾ വരുന്നു, അല്ലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ 80% പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണിത്. ഉന്നത വിദ്യാഭ്യാസ രംഗം വളർന്നതിനനുസരിച്ച് പെൺകുട്ടികളുടെ പെർസെൻറ്റേജ് ഓഫ് പാർട്ടിസിപ്പേഷൻ അല്ലെ പഠനം എന്ന് പറയുന്ന ഏറ്റവും കൂടുതലായി വന്ന ഒരു സ്റ്റേറ്റ് അവിടെ. ഇവിടെ ഫിലിമിനെ സംബന്ധിക്കുന്ന ടെക്നിക്കലായിട്ടുള്ള അക്കാഡമിക്കലായിട്ടുള്ള സ്റ്റഡി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നമുക്ക് റിസർവേഷൻ കൊണ്ടുവരാം. ഇത് പഠിച്ചു വരുന്ന സമയങ്ങളിൽ കൂടുതൽ ആൾക്കാർ കൃത്യമായിട്ടും ഈ രംഗത്ത് ജോലിയെടുക്കാൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാർ വരുമ്പോൾ തന്നെ ശക്തിയായി. പിന്നെ ഈ പറയുന്ന 10 പേരെ കൊണ്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ അവസാനിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു ബേസിക് ആയിട്ടുള്ള മൂമെൻറ്റ്സ് വേണം. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ പറഞ്ഞു, ഇപ്പോൾ 15 പേരെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു. ആ 15 പേരെ അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ വേണ്ടെന്നല്ല, പക്ഷെ ഈ 15 പേരെ മാറ്റി നിർത്തിയാൽ ഇതേ സിസ്റ്റത്തിൽ നെക്സ്റ്റ് 15 പേര് അവിടെ ഒക്യുപ്പൈ ചെയ്യപ്പെടും. മറ്റ് 15 പേര് ഇതേ സിസ്റ്റത്തിൽ, ഇതേ സ്കീമിൽ, ഇപ്പം ഈ അക്കൗണ്ടബിലിറ്റി ഉൾപ്പെടെയുള്ള മണി ഫ്ലോയുടെ എല്ലാ ഒരിടത്ത് സ്കീമിൽ മറ്റ് 15 പേരെ കസേര അവരെഴുന്നേൽക്കുന്നതിന് മുമ്പ് വലിച്ചിട്ടിരിക്കും എന്നല്ലാതെ ഈ സ്കീമിൽ യാതൊരു മാറ്റവും വരില്ല. അപ്പം ഈ സ്കീമിലാണ് മാറ്റം വരേണ്ടത്. സ്കീമിൽ മാറ്റം വരാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന നടപടികളിലേക്ക് ആലോചിച്ചുറപ്പിച്ച് തന്നെ നീങ്ങണം. അല്ലാതെ അത് ഒരു നിമിഷം കൊണ്ട് എടുത്തടിച്ചിട്ട് റിയാക്ട് ചെയ്താൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഹേമ കമ്മിറ്റിയുടെ ചുറ്റുമുള്ള ഡിസ്കോഴ്സ് ശ്രദ്ധിച്ചാൽ 15 പേരാരാണ്, അവരുടെ പേര് പുറത്തു വിടും എന്നുള്ളൊരു ഡിമാൻഡ് ടിവി ചാനൽസിൽ ഇപ്പൊ എല്ലാവർക്കും 15 പേരുടെ പേര് അറിയാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നെയിമിംഗ് ആൻഡ് ഷെയ്മിംഗ് ആണോ WCC ഉദ്ദേശിച്ചിട്ടുള്ളത്? അല്ലാതെ കൃത്യമായി WCC ആദ്യം പറഞ്ഞല്ലോ. No, we are not. Our job is not naming and shaming. In this case, in some cases we will name and shame, but in this case it was not naming and shaming. ഒരു വിച്ച് ഹണ്ടിങ് Allah, certainly not a witch hunt. ബേസിക്കലി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരി, എൻ്റെ കാഴ്ചപ്പാടുകൾ അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഒരു മുതലാളിത്ത സംവിധാനത്തിൻ്റെ ഈ ഇടപെടലുകളിൽ, സാമ്പത്തിക ഇടപെടലുകളിൽ ഉണ്ടാകുന്ന എല്ലാ അരാജകത്വവും ഇതിൻ്റെ എമൗണ്ട് കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. പറ്റില്ല. ചെറിയ ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ മലയാളത്തിൽ അതിനുണ്ടാവേണ്ട കെട്ടുപാടുകളിലേക്ക് വരാൻ സർക്കാരും സംവിധാനങ്ങളും എന്താ പറയാ, എത്ര വലിയ പ്രയത്നത്തിലേക്ക് ചെറുതെങ്കിലുമായിട്ട് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ കാണേ നമ്മുടെ ചർച്ചകള് നിങ്ങൾക്ക് ഈ കുലുക്കുമുണ്ടല്ലോ, ഇത് തന്നെ വരും.
We are not the only ones responsible. ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിന്റെ Everybody has- പ്ലാറ്റ്ഫോമിൽ നമുക്കത് പറയാം. ഞാൻ ആദ്യം ചർച്ച തുടങ്ങിയത് അവിടെയാണ്. എനിക്കൊന്ന് അവസാനം എൻ്റെ ഭാഗത്തുനിന്ന് അവസാനിപ്പിക്കുന്നതും അവിടെയാണ്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാധ്യമത്തിൻ്റെ മീഡിയയിൽ നമ്മൾക്കിത് പറയാം. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്വം, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇന്ന് വരെ നിങ്ങളുടെ ഒരു പ്രസ്ഥാനം കാണിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങൾ, കുറച്ചുകൂടി ബൗദ്ധികമായിട്ടുള്ള നിലവാരത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ കാണാൻ എടുക്കേണ്ട ഒരു നടപടികൾ, അങ്ങനെ കാണുന്നിടത്ത് ഈ പറയുന്ന എമ്മിൻ്റെ ചുറ്റിലുമാണോ വൈയുടെ ചുറ്റിലുമാണോ എന്നുള്ള ചോദ്യത്തിനപ്പുറത്തേക്ക് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന, പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ചർച്ച ഈ സമൂഹത്തിൽ നമുക്കിവിടെ ഉള്ള കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ 10 പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റണം. ഇതില് ഇപ്പം താങ്കൾ പറയുന്ന പോലെ നമുക്ക് മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോഴത്തേക്ക് അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒരു ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഉണ്ട്, ലോങ് ടൈം റിക്വയർമെന്റ് ഉണ്ട്. ഇത് രണ്ടിലും താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, ഇമ്മീഡിയറ്റ് എടുക്കേണ്ട ആക്ഷൻസ് എടുക്കണം, പക്ഷെ ക്ലാരിറ്റി വേണം. അത് എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അത് ഇമ്മീഡിയറ്റ് എടുക്കേണ്ട ആക്ഷനുകൾ എടുക്കേണ്ട ബോഡിയിൽ നിന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ വനിതാ കമ്മീഷനെ ചേർത്തു എന്ന് പറയുന്നതിൽ നിന്നുണ്ടാവേണ്ട ഒരു നടപടി ജുഡീഷ്യറി ബോഡി എന്നുള്ള നിലയിൽ ഇത് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, ആക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർ ആക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് അത്തരത്തിൽ വരുന്ന അതിനോടനുബന്ധമായി ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വർക്ക് എന്തായാലും വരും. ആ വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മളൊക്കെ ഇത്രയധികം ചീത്ത കേൾക്കുന്നത്. ഞാനൊക്കെ എന്താ പറയുക, പേഴ്സണലി അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത്തരം സമരങ്ങളിൽ WCCയുടെ വലിയ റോളുണ്ട്, അതുണ്ടാവും. ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? പഠിക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക, ഒരുമിച്ച് ഇരുന്ന് ഇതെങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കണം. ഇപ്പൊ നമ്മൾ പഠിക്കുക, ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇതിലൊരു ഭയങ്കര രസകരമായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സർക്കാർ ഫിലിം കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഈ ആരോപണ വിധേയരുമുണ്ട്, ഈ സർവൈവേഴ്സും ഉണ്ട്, എല്ലാം അടങ്ങുന്നു. The conclave, we are very clear. We will only, after we know what the conclave is, how it is this thing, only then will we even think of it. At the moment, the conclave is just an idea that is being floated. We have not got a letter. We have not got told what it is. Let it. I mean, we are not against these things, but we have to have clarity. As you say, if the same people are going to sit and have seminars and discussions and all, we are not so interested. We are interested in saying that together, let us have these points. We have had discussions with the government on recommendations. At that time, WCC said we are very disappointed because the recommendations were not on any standing. Now we have the findings and we can work towards recommendation. This was our demand then, not to say that we don't want the recommendation. We say we need to know on what basis are these recommendations made, isn't it? So that is what we are. And the whole responsibility is not on WCC. WCC is not the only person. Every woman in this industry is responsible. Every professional working in this industry is responsible. I think it is shocking to think that the industry works like it's some ancient feudal setup. So, professional space. But having said that, I would never discourage women to come. I would say, come. It is a wonderful profession. It is a wonderful place to work in. But know your mind, know your rights, learn to speak up. മാം ഇപ്പൊ പറഞ്ഞൊരു ലൈൻ ഉണ്ടല്ലോ, പെൺകുട്ടികൾ കൂടുതലായിട്ട് വരണം. ഈ ഇത്രയും നാൾ സൊസൈറ്റിയുടെ മനസ്സിൽ ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി ഉണ്ടായിരുന്ന ചില റോങ് കൺസെപ്ഷൻസ് No, they have been confirmed, but when we say that we are changing them, we hope that it will make. No, also, it's not so simple. That idea about the film industry comes from a different history. Anytime women are performers, singers, dancers, any artists, women are considered of a kind. So that continues.